അപ്രതീക്ഷിതമായി ഒരു ആകസ്മികമായി ഉണ്ടായ വേർപാട് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾക്ക് ആ വാർത്ത കേൾക്കാൻ പറ്റി. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രാവശ്യം പാർട്ടി സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ആഴ്ചയിലാണ് അദ്ദേഹത്തെയും കൊണ്ട് ഞാൻ അപ്പോളോ ആശുപത്രിയിൽ പോയിരുന്നു. കൃത്യമായി ചികിത്സയെല്ലാം ഉറപ്പാക്കിയിരുന്നു. ഒരു സർജറി വേണമായിരുന്നു. വളരെ വിജയകരമായിരുന്നു ആ ശസ്ത്രക്രിയ. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് KTDCയുടെ റൂമിലായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ബാഗ് എടുക്കാനുണ്ടായിരുന്നു ശസ്ത്രക്രിയ തുടർന്ന് അത് ഹീൽ ചെയ്തിട്ട് പോരാമെന്നുള്ളത്. ശസ്ത്രക്രിയ വളരെ വിജയകരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് റിവ്യൂവിന് വേണ്ടി വീണ്ടും അപ്പോളോയിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ പോയി റിവ്യൂ കഴിഞ്ഞ് 80% ഹീൽ ചെയ്തിരിക്കും. അടുത്ത ആഴ്ചയിൽ ബാഗ് എടുക്കാം, സ്റ്റിച്ചും എടുക്കാം. അതിന് ഡേറ്റും തീരുമാനിച്ച് ആശുപത്രിയിൽ നിന്ന് പോന്നതാണ്. തിരിച്ച് കേരള ഹൗസിൽ വന്ന് പടി കയറുന്ന സമയത്ത് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. വളരെ പെട്ടെന്ന് അപ്പോളോ ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്ക് കാർഡിയക് അറസ്റ്റായിരുന്നു. ഡോക്ടർമാരെല്ലാ പരിശോധനയും നടത്തി. പക്ഷേ ജീവൻ നഷ്ടമായി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ, കാരണം ഞങ്ങൾ കൊണ്ടുപോയ രോഗവും അതെല്ലാം ചികിത്സിച്ച് ഭേദമായി പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനൊരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും വേദനയും എല്ലാം ഞങ്ങളിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കൊരു സഹോദരനായി സഖാവെന്ന രൂപത്തിൽ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മുതൽ ഉള്ള ആളാണ്. അതിനുശേഷം DYFIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. CI2ൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു. പിന്നീട് ഞാൻ MLA ആയി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സെക്രട്ടറിയായി. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ച് ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി. അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം CPIഎമ്മിനെ സംബന്ധിച്ചോളം ഏറ്റവും വിലപ്പെട്ട സംഭാവനകളാണ്. പൊതുജനങ്ങൾക്കും ഏറെ ഇഷ്ടമായിരുന്നു. എല്ലാ വിഭാഗം ആളുകളുമായി സൗഹൃദം പുലർത്തി ഇടപെടുന്നവർക്കൊക്കെ വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് റോസൻ. അദ്ദേഹത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്ന രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗം മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും ഉയർന്ന ചികിത്സ കിട്ടാൻ വേണ്ടി അപ്പോളോ ആശുപത്രി ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് അദ്ദേഹത്തെയും കൊണ്ട് പോയത്. 2 പ്രാവശ്യം ഞാൻ അപ്പോളോയിൽ പോയിരുന്നു. സർജറി നടക്കുന്ന ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി വിജയകരമായി എല്ലാം പൂർത്തീകരിച്ച് വിശ്രമിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇന്ന് റിവ്യൂവിന് പോയത്. ആ സന്ദർഭത്തിലാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് കാർഡിയക് അറസ്റ്റ് ഉണ്ടായത്. അങ്ങനെയാണ് മരണത്തിലേക്ക് എത്താനിടവന്നത്. അദ്ദേഹം CPIഎമ്മിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ, ഏറ്റെടുത്ത ചുമതലകളെല്ലാം കൃത്യനിഷ്ഠയോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്തു തീർത്ത അനുഭവങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. എന്നും ഒരു സഹോദര തുല്യമായ സ്നേഹം സഖാവ് എന്ന രൂപത്തിൽ, സഹപ്രവർത്തകൻ എന്ന രൂപത്തിൽ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ആശുപത്രിയും ആശുപത്രി കിടക്കുമ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കും, അല്ലെ അദ്ദേഹത്തെ എന്നെ വിളിക്കും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഏറെ വേദനാജനകമാണ്, ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. കാലവും ചരിത്രമുള്ളൊരു കാലം അദ്ദേഹം സമൂഹം നടന്നു നിൽക്കും. അത്രത്തോളം പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാലം. ഇനി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിക്കാമെന്നാണ് ഇപ്പം ഞാൻ വിളിച്ച് ഏർപ്പാട് ചെയ്ത ക്രമീകരണങ്ങളനുസരിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. 9 മണിയോടുകൂടി എയർപോർട്ടിലെത്തിയാൽ ഉച്ചയ്ക്ക് മുമ്പായി തന്നെ CPIഎമ്മിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും.
അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരി താലൂക്കിലെ തെങ്ങണായിലുള്ള ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് വീട്ടുകാരുമായി ആലോചിച്ച് ശവസംസ്കാരം എപ്പം നടത്തണം എന്നുള്ള കാര്യം വൈകിട്ടോടുകൂടി നിങ്ങളെല്ലാം അറിയിക്കാം. ആ രൂപത്തിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരും. പാർട്ടി സെക്രട്ടറിയും എല്ലാവരും എത്തിച്ചേരും. അതിന് ശേഷമായിരിക്കും ഭവനത്തിലേക്ക് ബോഡിയായി പോകുക. സ്വന്തം വീട്ടുവളപ്പിലായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകാൻ നിൽക്കുകയാണ്.